ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആയിട്ടും ബ്രൈറ്റ് ആയി ഇരിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫേസിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പിമ്പിൾസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്ക് ഒന്നും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകാൻ സമയമായിരിക്കും. ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒന്ന് വണ്ടിയൊക്കെ വിളിച്ച് വരുന്ന രീതി ചില പിമ്പിൾസ് ഒക്കെ വരും, അരഞ്ഞ് കണ്ടൊക്കെ വരുന്ന പോലെ ഇരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിന് പറ്റാത്തതിനെ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ സ്കിന്നിലേക്ക്, അതായത് നമ്മുടെ ഫേസിലെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈം ആണെങ്കിലും, നിങ്ങൾക്ക് ഒരു പുറത്ത് പോകുന്ന സമയത്താണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഔട്ടിംഗ് ഒക്കെ പോയി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വന്നാൽ തുടങ്ങുന്നുണ്ടാവാം. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നതിനെ കൊണ്ടാണ്. അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോണത്. അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൂടുതലായിട്ടും പുറത്ത് ട്രിപ്പിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി വരുമ്പോഴായിരിക്കും നമ്മുടെ ഫേസിൽ അത് കഴിഞ്ഞിട്ട് പിമ്പിൾസ് പോകുന്നത് തുടങ്ങും. ചിലത് അതിന്റെ മുന്നേ തന്നെ വരും. അത് വേറെ കുറെ കാരണങ്ങളുണ്ട്, അത് പറഞ്ഞുതരാം. ഇത് ഞാൻ ഫസ്റ്റ് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ പിമ്പിൾസ് വരികയാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു വൈപ്പർ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, സ്പിരിറ്റ് കണ്ടന്റ് ഉള്ള വൈപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഇത് നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഡസ്റ്റ് ഒക്കെ അടിഞ്ഞു കൂടി അല്ലെങ്കിൽ ഓയിലൊക്കെ കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വൈപ്പർ യൂസ് ചെയ്യും. വൈപ്പർ യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഫേസ് നല്ല ക്ലിയർ ചെയ്യും. ചിലത് സ്പീറ്റിന്റെ കണ്ടന്റ് ഉള്ള വൈപ്പ് ഉണ്ടാവും. ഇത് ഉപയോഗിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാന്ന് വിചാരിക്കാം. ഈ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു പൊളിഞ്ഞ പോലെ മൂക്കിന്റെ ഈ ഭാഗത്ത് നെറ്റിന്റെ ഇവിടേക്ക് ഇങ്ങനെ പൊളിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വരിക. അപ്പൊ നമ്മളായിരിക്കും ക്ലൈമറ്റ് മാറിയതിനെ കൊണ്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് വിചാരിക്കും. അതൊരിക്കലും കരുതണ്ട. ഈ ഒരു കാര്യം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി അല്ല, നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ കൂടുതലായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൂടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് ചെയ്യാം, എന്തായാലും പുറത്തു പോയി വന്നല്ലേ, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നല്ലേ, ക്ലൈമറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ എന്തോ പറ്റാത്ത കാര്യം കൊണ്ടായിരിക്കും. അപ്പൊ ഈ പറ്റാത്ത കാര്യം ഈ കാര്യം ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫേസിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. പിന്നെ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങളെ ടവലോ അല്ലെങ്കിൽ നിങ്ങളെ ക്ലോത്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ആ ഒരു ടർക്കി എന്താന്ന് വെച്ചിട്ട് നിങ്ങൾ ഫേസ് ജസ്റ്റ് റബ്ബ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ കാര്യങ്ങൾ എടുത്തിട്ട് ഉപയോഗിക്കുക. ഒരിക്കലും ഈ സ്പിരിറ്റ് കണ്ടന്റ് ഉള്ള വൈപ്പർ യൂസ് ചെയ്ത് നമ്മളെ ഫേസ് കഴുകരുത് അല്ലെങ്കിൽ തുടച്ചെടുക്കരുത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളത്തിനെ കൊണ്ട് വാഷ് ചെയ്തേക്കുക. അതാണ് ഫസ്റ്റത്തെ കാര്യം. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ഒരിക്കലും ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ, നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിലും അത് ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്യാൻ നോക്കുക. ഒരിക്കലും ഫേസിലേക്ക് കൊണ്ടുപോകരുത്. ഈ ഫേസിൽ പോൾസ് നമ്മൾ ഈ ഹെയർ ഓയിൽ കൂടുതൽ നേരം തലയിൽ വെക്കുന്നുണ്ടാവും. അത്രയും ടൈം നമ്മൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ഹെയർ വാഷ് ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും. അത്രയും ടൈം നമ്മളെ ഫേസിൽ അത് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പോൾസിലേക്ക് ഇത് ഇറങ്ങി കഴിഞ്ഞാൽ കൂടുതൽ ഡസ്റ്റും കൂടെ അടിഞ്ഞാൽ കൂടുതൽ പിമ്പിൾസ് വരാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെ കൂടുതലായിട്ട് നമ്മുടെ ഫേസിൽ ഓയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പിമ്പിൾസ് വരാൻ തുടങ്ങും. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾ ഫേസിലേക്ക് എന്തെങ്കിലും പിമ്പിൾസോ അല്ലെങ്കിൽ മാർക്കൊക്കെ വന്നിട്ട് നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും പൊതുവെ ഇങ്ങനത്തെ ഒരു പരിപാടി വരിക, അത് അങ്ങനത്തെ ഒരു രീതിയാണ്. ഗേൾസിനെ കൂടുതൽ ചോദിച്ചാൽ മനസ്സിലാവും. എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോഴേക്കും നമ്മുടെ ഫേസിൽ ഏതെങ്കിലും ഒരു മൂലക്കായിട്ട് ഒരു സാധനം പൊന്തി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ ക്രീം ഉണ്ടാവില്ലേ, നോർമലായിട്ട് ഉപയോഗിക്കുന്ന ക്രീം ഉണ്ടാവും, നമ്മളെ ബോഡിയിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ മാർക്കോ അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കൊക്കെ പോകാൻ വേണ്ടി നമ്മൾ കയ്യിലും കാലിലൊക്കെ ഉപയോഗിക്കുന്ന ക്രീം ഉണ്ടാവും. അതായത് ബോഡിയിലൊക്കെ ഉപയോഗിക്കുന്ന ക്രീം എടുത്തിട്ട് ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യരുത്. അങ്ങനെ അപ്ലൈ ചെയ്ത് തന്നെ ഡോക്ടർ കൺസൾട്ടേഷനോട് കൂടെ ചെയ്യുക. അല്ലാതെ ആ ഒരു പിമ്പിൾസ് മുന്നേ മാറിയിട്ടുണ്ട് ആ രീതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാതെ ഒരിക്കലും ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഒരു പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഇതെന്താ വെച്ചാൽ പിന്നെ കൂടുതൽ പിമ്പിൾസ് വരാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് സത്യം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഹെയറിൽ ഷാമ്പു അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതൊരിക്കലും ഫേസിലേക്ക് ആവാതെ നോക്കുക. ആ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഷാമ്പു ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളെ സ്കാൽപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓയിൽ കൂടുതൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഡസ്റ്റ് കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി സൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഷാമ്പു നമ്മളെ ഫേസിലേക്ക് ആവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സ്കിന്ന് ഓപ്പൺ പോൾസ് ഉണ്ടാവില്ല, ഇതൊക്കെ അങ്ങ് നല്ല രീതിയിൽ ക്ലിയർ ആവും. അവിടുത്തെ ഓയിൽ കണ്ടന്റ് മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പൊ നല്ല രീതിയിൽ ഡ്രൈ ആവാൻ തുടങ്ങും. പിന്നെ ആയിരിക്കും നമുക്ക് പിമ്പിൾസ് ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്കിന്ന് നമുക്ക് ഒരു കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഒരു കറുത്ത ലൈന് പോലെയൊക്കെ വരാൻ തുടങ്ങും. ഭയങ്കര ഡ്രൈ സ്കിന്, പിന്നെ ഇങ്ങനെ പൊളിഞ്ഞു വരുന്ന പോലെ. അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് കാര്യങ്ങൾ വരിക. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഹെയറിൽ ഉപയോഗിക്കുന്ന ഷാമ്പു ഫേസിലേക്ക് ആവരുത്. നമ്മളെ ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യൂല എന്നറിയാം, പക്ഷേ നമ്മൾ ചെറിയ മക്കളൊക്കെ എന്ത് ചെയ്യുക, അവർ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ആ പാതയ്ക്ക് വെച്ച് നമ്മൾ ഫേസിലൊക്കെ ആക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും അത് ചെയ്യരുത്. പിന്നെ ചില ആളുകൾ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് നമ്മളെ ഈ ഒരു പിരികത്തിന്റെ മുകളിലേക്കൊക്കെ പെട്ടെന്ന് വരുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ താരനൊക്കെ പിരികത്തിന്റെ ഇവിടേക്കൊക്കെ ഒരു ഡ്രൈ ആയിട്ട് മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടേക്ക് നമ്മൾ പിരികത്തിന്റെ മുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു ഹെയർ വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഷാമ്പൂ ഒക്കെ നമ്മുടെ ഫേസിലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പൊ ഇവിടുത്തെ പെട്ടെന്ന് ഇവിടേക്ക് പിടിക്കാനുള്ള ചാൻസും കൂടിയാണ്. അപ്പൊ ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫേസിൽ സോപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇത് ലാസ്റ്റിലേക്ക് വെച്ചാൽ വെച്ചാൽ നമ്മൾ എപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ തുടക്കത്തിലേക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ ഇതിന്റെ മുന്നേ ഞാൻ കുറെ തവണ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഫേസിൽ സോപ്പ് ഉപയോഗിക്കരുത്. അതിന് പകരം ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേസ് ജെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. ഈ ഫേസിൽ സോപ്പ് ഉപയോഗിക്കരുതെന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു പത തരുന്ന ഒരു, അതായത് ഒരു ബ്ലീച്ചിങ്
ബ്ലീച്ചിങ് ഏജന്റ് പോലെ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു സോപ്പ് എന്ന് പറയുന്നത്. ഇത് ഫേസിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പോൾസിലൊക്കെ ഓൾറെഡി ഒരു മോയ്സ്ചർ കണ്ടന്റ് അത് മൊത്തത്തിൽ അത് ഇല്ലാതാക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം. ചില ഫേസിൽ നമ്മൾ സോപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു വെളുത്ത പോലെ ഫീൽ ചെയ്യും. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തന്നെ പറയാം നല്ല നിറം വെച്ചല്ലോ. ചില സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാം ഇത് നല്ലോണം നിറം വെക്കുന്നൊക്കെ കണ്ടു ഉപയോഗിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മുകളിലത്തെ ആ ലെയർ ഉണ്ട് അത് മൊത്തത്തിൽ അങ്ങ് പോകുന്നതിനെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു നിറം പോലെ ഫീൽ ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം ഒരിക്കലും ട്രൈ ചെയ്യാതെ നിൽക്കുക. നിങ്ങൾ ഫേസിൽ സോപ്പ് അപ്ലൈ ചെയ്യാതെ നോക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. മോ വീഡിയോസിന് ചാനൽ ഫോളോ ചെയ്യാം. ബൈ.